ഹലോ എവ്രി വൺ. സോ LSGS മെയിൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റൂറൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ബേസിക് എലമെന്റ്സ്, ഫോക്കസ് ഏരിയാസ്, അതുപോലെ ഡയമെൻഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്താണ്. ഇനി അതിന്റെ നെക്സ്റ്റ് ടോപ്പിക് എന്നുള്ളത് ഗാന്ധിയൻ വ്യൂ ഓഫ് ഓൺ റൂറൽ റീകൺസ്ട്രക്ഷൻ ആണ്. ഗാന്ധിയൻ വ്യൂസ് ഓൺ റൂറൽ റീകൺസ്ട്രക്ഷൻ ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്. റീകൺസ്ട്രക്ഷൻ മീൻസ് ഡെവലപ്മെന്റും റീകൺസ്ട്രക്ഷനും രണ്ട് ടേംസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെ ഒന്നും കൂടി അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. റീകൺസ്ട്രക്ഷൻ മീൻസ് അത് ഓൾ ഓവർ എന്ത് ചെയ്യുക, പുതിയതായിട്ട് തുടങ്ങുക, ന്യൂ ബിഗിനിങ് ആണ് റീകൺസ്ട്രക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റൂറൽ ഡെവലപ്മെന്റ് മീൻസ് ആ ഏരിയയിൽ റൂറൽ ഏരിയാസിലുള്ള കുറച്ച് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആണ് അതിൽ ഉദ്ദേശം. റൂറൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഏരിയ, റൂറൽ ആയിട്ടുള്ള ഏരിയയെ ഒന്നും കൂടി ആദ്യം മുതൽ ഓൾ ഓവർ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റൂറൽ റീകൺസ്ട്രക്ഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഈ രണ്ട് ടേംസിന്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഗാന്ധിയൻ വ്യൂസ് ഓൺ റൂറൽ റീകൺസ്ട്രക്ഷൻ ആണ്. ഗാന്ധിയൻ വ്യൂസ്, ഗാന്ധിജിയുടെ കുറച്ച് മഹാത്മാഗാന്ധിയുടെ കുറച്ച് ദർശനങ്ങൾ, അദ്ദേഹത്തിന്റെ കുറച്ച് വ്യൂ പോയിന്റ്സ് ആണ്, റൂറൽ റീകൺസ്ട്രക്ഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വ്യൂ പോയിന്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. The term rural reconstruction means construction of villages in a new way or bringing it up all over again. The rural problem will be solved with this reconstruction, and this will lead to radical changes in the life of villages and their economic system. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റൂറൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ആ വില്ലേജസിന്റെ കൺസ്ട്രക്ഷൻ ആണ്. ഏത് ഓൾ ഓവർ അഗെയിൻ, ആദ്യം മുതൽ ഉള്ള ഒരു കൺസ്ട്രക്ഷൻ. ഏത് ബേസ് മുതൽ വീണ്ടും അതിനെ റീകൺസ്ട്രക്ട് ചെയ്തൊരു പുതിയ വില്ലേജ് ആക്കി എടുക്കുക. അതാണ് റീകൺസ്ട്രക്ഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ റീകൺസ്ട്രക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? റീകൺസ്ട്രക്ഷൻ വരുമ്പോൾ വില്ലേജസ്, അവിടുത്തെ ആളുകളുടെ ലൈഫിലും അതുപോലെ തന്നെ അവരുടെ എക്കണോമിക് സിസ്റ്റത്തിലൊക്കെ നല്ലൊരു മാറ്റം വരും. അങ്ങനെ റൂറൽ റീകൺസ്ട്രക്ഷൻ എന്താവും? ആളുകളുടെ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അവരുടെ ഒന്നുകൂടി മോഡിഫൈ റീകൺസ്ട്രക്ട് ചെയ്യാൻ സഹായിക്കുന്ന പറയുന്നത്. അപ്പൊ ഇവിടെ ഗാന്ധിജിയുടെ കൊടുത്തിട്ടുണ്ട്. മൈ ഐഡിയ ഓഫ് വില്ലേജ് സ്വരാജ് ഈസ് that it is a complete republic independent of its neighbors for its own vital wants. ഈ കോട്ട് പ്രത്യേകം നോട്ട് ചെയ്യാം, എക്സാംസിനൊക്കെ ചോദിക്കാവുന്ന ഒരു കോട്ടാണ്. അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്ത പ്രോഗ്രാമാണ് വില്ലേജ് സ്വരാജ് എന്നുള്ളത്. അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് കംപ്ലീറ്റ് റിപ്പബ്ലിക് ആണ്. അതായത് ആ വില്ലേജിൽ താമസിക്കുന്ന ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് റിപ്പബ്ലിക് ആവുക, അവര് സ്വതന്ത്രരാവുക. അതാണ് അദ്ദേഹത്തിന്റെ വിഷൻ ആയിരുന്നത്. Gandhiji's approach to reconstruction was holistic and people-centered. It was rooted in his conviction in the tenets of truth and non-violence and goodness of human beings. Placed a lot of significance on moral, spiritual, and economic development to ensure all-over development. His concept of rural emphasized on economic, political, educational, ecological, and spiritual dimensions. This strategy was based on his concept of village Swaraj. അപ്പൊ ഗാന്ധിജിയുടെ റൂറൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ റൂറൽ റീകൺസ്ട്രക്ഷൻ എന്നുള്ള ആ ഒരു ഐഡിയ, അത് ഹോളിസ്റ്റിക് ആൻഡ് പീപ്പിൾ സെന്റേർഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഓരോ വ്യക്തിയുടെ വികസനം, അല്ലെങ്കിൽ ഓരോ വ്യക്തിയിലും കൊണ്ടുവരാവുന്ന റീകൺസ്ട്രക്ഷൻ മുഖേന ഒരു റൂറൽ റീകൺസ്ട്രക്ഷൻ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് അറിയുന്ന പോലെ അദ്ദേഹം കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനൊക്കെയാണ്? നോൺ വയലൻസ്, അഹിംസ, സത്യം, അതുപോലെ ആളുകളുടെ നന്മ, അതിനൊക്കെയാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യത്തിലും റൂറൽ റീകൺസ്ട്രക്ഷൻ കാര്യത്തിലും
ട്രൂത്ത്, നോൺ വയലൻസ്, അതുപോലെ തന്നെ ഗുഡ്നെസ് ഓഫ് ഹ്യൂമൻ ബീങ്സിനൊക്കെയാണ് അദ്ദേഹം കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മോറൽ, സ്പിരിച്വൽ, ഇക്കണോമിക് ഡെവലപ്മെന്റിനൊക്കെ സിഗ്നിഫിക്കൻസ് കൊടുത്തിട്ടുണ്ട്. ഭൗതികപരമായിട്ടും തത്വചിന്താപരമായിട്ടും എല്ലാ രീതിയിലുമുള്ള ഡെവലപ്മെന്റ് വന്നാലാണ് റീകൺസ്ട്രക്ഷൻ ഫുള്ളി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്നാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്. പിന്നെ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് എന്തിലൊക്കെ അധിഷ്ഠിതമായിരുന്നു? റൂറൽ റീകൺസ്ട്രക്ഷന്റെ, അതായത് ഇക്കണോമിക്, സാമ്പത്തികപരമായിട്ടും പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടും എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസപരമായിട്ടും എക്കോളജിക്കൽ, ഭൂമിശാസ്ത്രപരമായിട്ടും ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷൻ, അതുപോലെ വിശ്വാസത്തിന്റെ ആ ഒരു രീതിയിലെല്ലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ റൂറൽ റീകൺസ്ട്രക്ഷന്റെ കോൺസെപ്റ്റ്സ് ഇതിലൊക്കെ ബേസ് ആയിരുന്നു. ഏതൊക്കെയാണ്? ഇക്കണോമിക്, പൊളിറ്റിക്കൽ, എഡ്യൂക്കേഷൻ, ഇക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷൻ. ഇതെല്ലാത്തിന്റെ ഒരു ബേസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വില്ലേജ് സ്വരാജ് ആണ്. നമുക്കറിയുന്ന പോലെ ഗാന്ധിജി എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ട്രൂത്ത്, നോൺ വയലൻസ് അതിനൊക്കെയാണ്. റൂറൽ റീകൺസ്ട്രക്ഷന്റെ കാര്യത്തിലും അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അതിനൊക്കെ തന്നെയാണ്. പിന്നെ റൂറൽ റീകൺസ്ട്രക്ഷനിൽ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ഓഫ് റൂറൽ റീകൺസ്ട്രക്ഷനിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എക്കണോമിക് ആയിട്ടും പൊളിറ്റിക്കൽ ആയിട്ടും എഡ്യൂക്കേഷൻ ആയിട്ടും ഇക്കോളജിക്കൽ ആയിട്ടും സ്പിരിച്വൽ ഡയമെൻഷനിൽ എല്ലാം എത്തിയിട്ടുണ്ട്, സിഗ്നിഫിക്കൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഡെവലപ്മെന്റ് വരിക അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ വന്നാൽ എന്താവില്ല, ഒരു റൂറൽ ഏരിയയുടെ റീകൺസ്ട്രക്ഷൻ ആവില്ല. അതുപോലെ തന്നെ പീപ്പിൾ സെന്റേർഡ് ആയിരുന്നു, വ്യക്തി അധിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ ആളുകളെ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹം റീകൺസ്ട്രക്ഷൻ എന്നൊരു ആശയം മുന്നോട്ട് വച്ചത്. ഓക്കെ, പേജ് ജസ്റ്റ് മറന്നു ഇതാണ്. Then Gandhiji insisted on a pattern of village life which will be people-centered and non-exploiting in nature. The decentralized village economy should provide employment to all on the basis of voluntary cooperation and work for achieving self-sufficiency, its basic requirement of food, clothing and shelter. നമ്മൾ ഗാന്ധിജിയുടെ കോൺസെപ്റ്റ്സ് എന്തിലൊക്കെ ബേസ് ഓക്കെ, അപ്പൊ പറഞ്ഞു ഗാന്ധിജി ഉദ്ദേശിച്ചിരുന്നത് ഒരു പീപ്പിൾ സെന്റേർഡ് ആയിട്ടുള്ള, അതായത് ആളുകളിൽ അധിഷ്ഠിതമായിട്ടൊരു ഡെവലപ്മെന്റ് ആണ്. അതുപോലെ തന്നെ നേച്ചറിനെ ചെയ്യാതെയുള്ള റീകൺസ്ട്രക്ഷൻ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ഡീസെൻട്രലൈസ്ഡ് വില്ലേജ് എക്കോണമി എന്ത് ചെയ്യണം, ആളുകൾക്ക് എംപ്ലോയ്മെന്റും കൂടി കൊടുക്കണം. അവിടുത്തെ ആളുകളുടെ ഒരു നിലവാരം അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ കോപ്പറേഷൻ അനുസരിച്ച് കൂടി കൊടുക്കണം. അങ്ങനെ എംപ്ലോയ്മെന്റ് കൊടുക്കുമ്പോൾ അവരെന്താവും, സെൽഫ് സഫീഷ്യന്റ് ആവും. സ്വന്തമായി ഷെൽട്ടർ, ക്ലോത്തിങ് ഒക്കെ, അതൊക്കെ ബേസിക് റിക്വയർമെന്റ്സ് അല്ലേ. അതൊക്കെ അച്ചീവ് ചെയ്യാൻ അവർ സെൽഫ് സഫീഷ്യന്റ് ആവുന്ന രീതിയിൽ അവർക്ക് എന്ത് ചെയ്യുക, എംപ്ലോയ്മെന്റ് കൂടി എടുക്കുക എന്നുള്ളതാണ്. Then Gandhiji said, "My idea of ideal village is that of complete republic, independent of its neighbor, for its own vital wants, and yet dependent on many others, in which dependence is necessary. Such a village will contain intelligent people
First concern of the village should be on growing its own food. Only there all the communities will live together in harmony. Gandhiji considered truth, non-violence, freedom, equality, full employment. നമ്മൾ നേരത്തെ ഒരു കോട്ട് വായിച്ചു, ഗാന്ധിജി പറഞ്ഞതാണ്. അതായത് ഒരു ഐഡിയൽ വില്ലേജ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഐഡിയ എന്നുള്ളത് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്. എന്താണ് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് എന്താ ഇൻഡിപെൻഡന്റ് ആയതും, അതുപോലെ ഇനി മറ്റുള്ളവരെ ആശ്രയിക്കൽ നിർബന്ധമായ കാര്യങ്ങളിൽ അങ്ങനെയും ആശ്രയിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഐഡിയൽ വില്ലേജ് ആണ് അദ്ദേഹത്തിന്റെ ഐഡിയ എന്നുള്ളത്. അങ്ങനെയുള്ള വില്ലേജിലാണ് എന്തുണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്, ഇന്റലിജന്റ് പീപ്പിൾ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഫസ്റ്റ് കൺസേൺ ഓഫ് വില്ലേജ്. അപ്പോൾ ആദ്യത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്തിനാണ്? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണ്. ഗ്രോയിങ് ഇറ്റ്സ് ഓൺ ഫുഡ്. ആ വില്ലേജ് തന്നെ സ്വയമായിട്ട് അവരെന്ത് ചെയ്യുക, ഫുഡ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും, ഫുഡ് ഉണ്ടാക്കാനുള്ളതായിരിക്കണം എന്ത് അവരുടെ ഫസ്റ്റ് കൺസേൺ ആയിട്ട് വരേണ്ടത്. അങ്ങനെ ആവുമ്പോഴാണ് സ്വന്തമായിട്ട് എല്ലാവരും ഫുഡ് ഉണ്ടാക്കി പരസ്പരം കഴിക്കുമ്പോഴാണ് ഒരു ഹാർമണി അവരുടെ ഇടയിൽ ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജി കൺസിഡേർഡ് ട്രൂത്ത്, നോൺ വയലൻസ്, ഫ്രീഡം, ഇക്വാലിറ്റി, labor, trusteeship, decentralization, സ്വദേശം, കോർപ്പറേഷൻ as cardinal principles of rural development. അതുപോലെ അദ്ദേഹം മനസ്സിലാക്കി, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ റൂറൽ ഡെവലപ്മെന്റിന്റെ കാർഡിനൽ പ്രിൻസിപ്പിൾ, ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഉള്ളത് ട്രൂത്ത്, നോൺ വയലൻസ്, ലേബർ, ട്രസ്റ്റിഷിപ്പ്, ഡീസെൻട്രലൈസേഷൻ, സ്വദേശൻ, കോർപ്പറേഷൻ, ഇതൊക്കെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു നല്ലൊരു റൂറൽ ഡെവലപ്മെന്റും റൂറൽ റീകൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Theoretically, Gandhian approach to rural reconstruction may be labeled as idealist. It attaches supreme importance to moral values. He realized the need for integrated rural development and believed that education, health, and vocation should be properly integrated. He emphasized the need for education and training, which he called Nai Talim, new training for rural reconstruction. അപ്പൊ ഇവിടെ പറയുന്നത് ഗാന്ധിയുടെ റൂറൽ റീകൺസ്ട്രക്ഷനോടുള്ള അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഐഡിയലിസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ആശയപരമായിട്ടുള്ള, തത്വചിന്താപരമായിട്ടും ആശയപരമായിട്ടും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അതില് ഏറ്റവും കുറച്ചുകൂടി സുപ്രീം ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? മോറൽ വാല്യൂസിനാണ്. അതുപോലെ തന്നെ ഒരു ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റിന് എഡ്യൂക്കേഷനും വിദ്യാഭ്യാസവും അതുപോലെ ആരോഗ്യവും എല്ലാം ആവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം കുറച്ചുകൂടി എംഫസൈസ് ചെയ്ത് പറഞ്ഞത്, കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞത് എഡ്യൂക്കേഷൻ ആണ്. അതിന് അദ്ദേഹം വിളിച്ചത് നെയ് താലിം, ന്യൂ ട്രെയിനിങ് കൊടുക്കുക, എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക. സോ ദേ വിൽ ബി, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡന്റ് ആവാൻ പറ്റും, അവർക്ക് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു റൂറൽ റീകൺസ്ട്രക്ഷൻ ആണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അദ്ദേഹം കൊടുത്ത റൂറൽ റീകൺസ്ട്രക്ഷന്റെ ബേസിക് കോൺസെപ്റ്റ്സ് എപ്പോഴും എന്തായിരുന്നു? ട്രൂത്ത്, നോൺ വയലൻസ്, ട്രസ്റ്റിഷിപ്പ്, അതൊക്കെ ആയിരുന്നു. which would be non-violent, self-governed and self-sufficient so far as the basic necessities of rural people are concerned. അപ്പോ ഗാന്ധിജിയുടെ റീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അതൊക്കെ എന്തിലധിഷ്ഠിതമായിട്ടായിരിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? നോൺ വയലന്റ്, അഹിംസ, അതുപോലെ സെൽഫ് ഗവൺ, അവരെന്താ സ്വയം ഭരിക്കുന്നതായ, സെൽഫ് സഫിഷ്യന്റ്, സ്വയം പര്യാപ്തരായ ഒരു ആളുകളായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അപ്രോച്ച് ആയിരുന്നത്. അടുത്തത് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഗാന്ധിയുടെ ഒരു ഏകദേശം അദ്ദേഹത്തിന്റെ റൂറൽ കൺസെപ്റ്റിന്റെ ബേസിക് കോൺസെപ്റ്റ്സും ഐഡിയാസും ഒക്കെയാണ്. ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാം എന്തിലാണ്? ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്, ട്രസ്റ്റിഷിപ്പ്, ആ കുറച്ച് കോൺസെപ്റ്റ്സിൽ ബേസ്ഡ് ആണ്.
അതുപോലെ പ്രൈമറി കൺസേൺ എന്തിനായിരുന്നു? എഡ്യൂക്കേഷൻ, പിന്നെ സ്വന്തമായിട്ട് ഫുഡ് ഗ്രോ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗാന്ധിയൻ സ്ട്രാറ്റജീസ് ഫോർ റൂറൽ റീകൺസ്ട്രക്ഷൻ. അപ്പൊ അതിന് അദ്ദേഹം നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിന് കുറച്ച് കോൺസെപ്റ്റ്സും ഐഡിയാസും ഒക്കെയാണ്. ഇനി അതിന് അദ്ദേഹം ഈ റൂറൽ അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത മെത്തേഡ് എന്താന്ന് നോക്കാം. Gandhiji's approach to rural reconstruction was practical and productive. He wanted to develop a new social order based on the foundation of non-violence and truth, where economic upliftment and rural progress go together, focusing on development of man. അപ്പൊ അദ്ദേഹത്തിന്റെ റൂറൽ റീകൺസ്ട്രക്ഷന്റെ ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞാൽ നടപ്പാക്കാൻ പറ്റുന്ന പ്രാക്ടിക്കലും അതുപോലെ വളരെ ഉപകാരപ്രദമുള്ളതുമായിരുന്നു. അദ്ദേഹത്തിന് ശരിക്കും ഡെവലപ്മെന്റ് ഉദ്ദേശിച്ചത് ഒരു സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ പുതിയൊരു വ്യവസ്ഥയിൽ പുതിയൊരു നിയമ സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കുക. അത് എന്തായിരിക്കും അതിന്റെ ഫൗണ്ടേഷൻ? ഓൾവേസ് നമ്മൾ പറയുന്ന പോലെ അല്ലെങ്കിൽ ഓൾവേസ് അദ്ദേഹത്തിന്റെ എല്ലാ കോൺസെപ്റ്റ്സും ബേസ്ഡ് ഓൺ നോൺ വയലൻസ് ആൻഡ് ട്രൂത്ത് ആയിരിക്കും. അതിലധിഷ്ഠിതമായിട്ടൊരു ന്യൂ സോഷ്യൽ ഓർഡർ ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്ങനെ എന്താണ്? അപ്പൊ എക്കണോമിക്കലി എന്ത് ചെയ്യാം, ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. മോറോവർ ഈ എക്കണോമിക്കലി ഉണ്ടാവുന്ന ഡെവലപ്മെന്റും അതുപോലെ ഈ റൂറൽ പ്രോഗ്രസും എല്ലാം എന്തിനുള്ളതാണ്? ഡെവലപ്മെന്റ് ഓഫ് മാൻ, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വില്ലേജിലെ ഒരു വില്ലേജറിന്റെ ഡെവലപ്മെന്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഐഡിയാസ് പ്രാക്ടിക്കലും പ്രൊഡക്റ്റീവും ആയിരുന്നു. അദ്ദേഹം ഒരു ന്യൂ സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതിൽ ബേസ് ചെയ്താണ്, നോൺ വയലൻസും ട്രൂത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അത് എല്ലാത്തിന്റെയും മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ ബേസ് എന്താണ് ഐഡിയ എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ഔട്ട്പുട്ട് എന്താ വരേണ്ടത്? ഡെവലപ്മെന്റ് ഓഫ് മാൻ ആണ് വരേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നെക്സ്റ്റ് ടോപ്പിക് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം. For Gandhiji, constructive program is the medium through which rural reconstruction is realized. He developed various activities under his constructive program and considered it as a truthful and non-violent way for winning Purna Swaraj. Constructive program is an attempt to develop society at the grassroots level with locally available resources. It is not only for rural development, but also for reconstruction. അപ്പോ അദ്ദേഹത്തിന് റീകൺസ്ട്രക്ഷന് വേണ്ടിയുള്ള കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ഈ റീകൺസ്ട്രക്ഷന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് നടപ്പാക്കിയിട്ടുണ്ട്. കുറച്ച് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. പല ഐഡിയാസും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതെല്ലാം എന്തിൽ ബേസ് ചെയ്തിട്ടാണ്? ട്രൂത്ത്ഫുള്ളും നോൺ വയലന്റും നടത്തിയേക്കുന്നത്. അതുപോലെ ഈ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിന്റെ ഒക്കെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യുക. ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ, ഏറ്റവും അടിയിലത്തെ ലെവൽ മുതൽ ഒരു സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യുക. എന്ത് വെച്ച്? വിത്ത് ലോക്കലി അവൈലബിൾ റിസോഴ്സസ്. അവിടെ ഉള്ള റിസോഴ്സ് വെച്ച് ആ വില്ലേജിനെ എന്താ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അപ്പൊ ഇതിങ്ങനെ റൂറൽ ഡെവലപ്മെന്റ് നമ്മളിങ്ങനെ പറഞ്ഞു, റൂറൽ ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നുള്ളത് അദ്ദേഹത്തിന് ശരിക്കും മഹാത്മാഗാന്ധിയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ റൂറൽ റീകൺസ്ട്രക്ഷൻ വഴി റൂറൽ വില്ലേജസിന്റെ റീകൺസ്ട്രക്ഷൻ, റൂറൽ ഡെവലപ്പ് വരുമ്പോൾ എന്താവും? അത് ഒരു നേഷൻ ഡെവലപ്മെന്റിന് തന്നെ വഴിവെക്കുന്നു അദ്ദേഹം നേരത്തെ മുൻകൂട്ടി കണ്ടതിന് ഒരു അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹം ചെയ്ത ഒരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആണ് അഗ്രികൾച്ചർ എന്നുള്ളത്. In Gandhian vision of rural reconstruction, agriculture was a primary concern because food is the basic requirement of life. It has a major role in village or rural development. It provides major employment opportunities to the rural people. അപ്പൊ ഗാന്ധിയൻ വിഷനിൽ കുറെ റീകൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തു നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അതില് മേജർ കൺസേൺ അല്ലെങ്കിൽ പ്രൈമറി കൺസേൺ കൊടുത്തിരുന്നത് എന്തിനാണ്? അഗ്രികൾച്ചറിന് തന്നെയാണ്. കാരണം ഫുഡ് എന്നുള്ളത് ഒരു ബേസിക് റിക്വയർമെന്റ് ഫോർ ലൈഫാണ്. അപ്പോ അതിനാണ് പ്രൈമറി കൺസേൺ കൊടുത്തിരുന്നത്. അഗ്രികൾച്ചർ ആയിരുന്നു പ്രൈമറി കൺസേൺ.
റൂറൽ ഡെവലപ്മെന്റിലായാലും അല്ലെങ്കിൽ വില്ലേജിലായാലും ഫുഡിനെ തന്നെയാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് തന്നെയാണ് മേജർ റോള്. അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ ആണ് എന്ത് റൂറൽ ഏരിയാസിലേക്ക് ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അഗ്രികൾച്ചർ ആണ്. സോ അതിനായിരുന്നു പ്രൈമറി കൺസേൺ കൊടുത്തിരുന്നത്. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് പിക്ചേഴ്സ് ആണ്, അഗ്രികൾച്ചറിന്റെ പിക്ചേഴ്സ് ആണ്. പ്രൈമറി കൺസേൺ കൊടുത്തിരുന്ന അഗ്രികൾച്ചറിന്റെ രണ്ട് പിക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഏർലി റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മുൻപ്, അതായത് കുറെ മുമ്പ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏർലി റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. റീകൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ഒക്കെ അദ്ദേഹം നടത്തി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കുറെ പ്രൊമിനന്റ് ലീഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കുറെയൊക്കെ സക്സസ് ആയിട്ടുണ്ട്, ചിലത് സക്സസ് ആവാത്തതുണ്ട്. സോ അതിന്റെ ഒരു ലിസ്റ്റാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് a few social work initiated rural reconstruction programs, mostly in isolation from one another and without any or very little government assistance. These approaches are not mutually exclusive, rather there may be overlapping and one approach is more or less related to the previous one. അപ്പൊ ഏർലി റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അത് എപ്പോഴാണ്? ബിഫോർ ഇൻഡിപെൻഡൻസ് ആണ് കേട്ടോ. ബിഫോർ ഇൻഡിപെൻഡൻസിന് മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പാണ് കുറച്ച് സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്തത്, 1948 മുമ്പ് വരെ അവർ ചെയ്തിരിക്കുന്ന കുറച്ച് സോഷ്യൽ വർക്ക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അവര് അതില് ചിലത് എല്ലാ പ്രോഗ്രാംസും ഇങ്ങനെ വൺ ബൈ വൺ അങ്ങനെ, അതുപോലെ എല്ലാ പ്രോഗ്രാംസും ആള് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തതും അല്ല. അതുപോലെ തന്നെ എല്ലാം ഒരു സ്ഥലത്തുമല്ല സംഭവിച്ചത്. പല സ്ഥലത്ത് പല ആളുകൾ ഇനീഷ്യേറ്റ് ചെയ്ത് പല സമയത്തായിട്ട്. ചില പ്രോഗ്രാംസ് എന്താണ്, ചില പ്രോഗ്രാംസ് സെയിം ഇയർ 2 പ്രോഗ്രാം വന്നിട്ടുണ്ട്. ചിലപ്പോ നല്ലൊരു ഗ്യാപ്പിൽ പ്രോഗ്രാം വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതെന്താണ്, ഒന്നിന്റെ കണ്ടിന്യൂസ് ആയിട്ടല്ല അടുത്ത പ്രോഗ്രാം വരുന്നത്. എല്ലാം ഇൻഡിപെൻഡന്റ്ലി ഓരോ എയിം വെച്ചിട്ട് ഓരോ എമിനന്റ് സോഷ്യൽ വർക്കേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓരോ പ്രോഗ്രാംസ് ആണ്, അതും ഓരോ പ്രദേശത്ത്. സോ നമുക്ക് ഇനി ആ പ്രോഗ്രാംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ പ്രോഗ്രാംസിനെ പറ്റി പഠിക്കുമ്പോൾ അറൌണ്ട് 10 പ്രോഗ്രാംസ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അതില് അതും ഇയറും ഇനീഷ്യേറ്റീവ് എടുത്ത ആളെ പ്രത്യേകം attempts of rural development made by eminent social workers. അപ്പൊ വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് sporadic approach? Sporadic approach പറഞ്ഞാൽ എമിനന്റ് സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്തിട്ടുള്ളതാണ്, കുറച്ച് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. അതിനെ പറ്റുള്ളതാണ് സ്പോറാഡിക് അപ്രോച്ച്. അപ്പൊ അതിന്റെ ഇയർ നോട്ട് ചെയ്യാം. സ്പോറാഡിക് അപ്രോച്ചസ്, അതായത് ഈ എല്ലാ പ്രോഗ്രാംസും കൂടി ഒരുമിച്ച് പറയുന്നതാണ് സ്പോറാഡിക് അപ്രോച്ചസ്. ഇത് ഉണ്ടായിട്ടുണ്ട് 1903 to 1948. ഇത്രയും വർഷത്തിന്റെ ഉള്ളിലാണ് എന്തുണ്ടായിരിക്കുന്നത്, ഈ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് 1948 കഴിഞ്ഞിട്ട് നിങ്ങളോടൊരു ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷൻ വരാണെങ്കിൽ സ്പോറാഡിക് അപ്രോച്ചസ് ഉണ്ടായിട്ടില്ല. അതുപോലെ 1903 മുമ്പും ഉണ്ടായിട്ടില്ല. ഈ ഇത്രയും സമയത്തിനിടക്കാണ് എന്തുണ്ടായിരിക്കുന്നത്, സ്പോറാഡിക് അപ്രോച്ചസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെയാണ് സ്കീം ഓഫ് റൂറൽ റീകൺസ്ട്രക്ഷൻ അറ്റ് സുന്ദർബാൻ. ഫസ്റ്റ് പ്രോഗ്രാമാണ്. സോ നമ്മൾ പറഞ്ഞു 1903 to 1948 ആണ് ഇയർ വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഏകദേശം 10 പ്രോഗ്രാംസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓർഡറിൽ തന്നെ പഠിക്കുക.
ഓർഡറിൽ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. ഫസ്റ്റ് പ്രോഗ്രാമാണ് സ്കീം ഓഫ് റൂറൽ റീകൺസ്ട്രക്ഷൻ സുന്ദർബൻ. അതാണ് ആ പ്രോഗ്രാമിന്റെ പേര്. അത് 1903 ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. As early as in 1903, Sir Daniel Hamilton had experimented with model villages in an area of Sundarban, Bengal. This work continued with the organization of a central cooperative bank and cooperative marketing society in 1924 and rural reconstruction initiative Institute of Training in Cottage Industries. ഫസ്റ്റ് പ്രോഗ്രാമാണ് അപ്പൊ സ്കീം ഓഫ് റൂറൽ റീകൺസ്ട്രക്ഷൻ സുന്ദർബാൻ എന്നുള്ളത്. അത് ഏത് ഇയർ ആണ് ഇനീഷ്യേറ്റ് ചെയ്തേക്കുന്നത്? 1903. അത് എക്സ്പെരിമെന്റ് ചെയ്ത എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്തേക്കുന്നത്? ബംഗാളിലുള്ള സുന്ദർബാൻ എന്ന് പറഞ്ഞ ഏരിയയില് വില്ലേജ് മോഡൽ വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്തേക്കുന്നത്. So, scheme of rural reconstruction 1903 Sir Daniel Hamilton എക്സ്പെരിമെന്റ് ചെയ്തത് ബംഗാളിലെ സുന്ദർബാൻ എന്ന് പറഞ്ഞ ഏരിയയിലെ വില്ലേജ് മോഡൽ വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ this work continued with the organization of a central cooperative bank and cooperative marketing society in 1924. 1924 കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയും സെൻട്രൽ കോർപ്പറേറ്റീവ് ബാങ്കിന്റെയും ഇനീഷ്യലി ചെയ്തു, വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് റൂറൽ റീകൺസ്ട്രക്ഷൻ ഇനീഷ്യേറ്റഡ് ഇൻ 1934. പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത 1903, റീകൺസ്ട്രക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്ത 1934. റൂറൽ റീകൺസ്ട്രക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫേർഡ് ട്രെയിനിങ് ഇൻ കോട്ടേജ് ഇൻഡസ്ട്രീസ്. അപ്പൊ ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ കോട്ടേജ് ഇൻഡസ്ട്രീസിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. നെക്സ്റ്റ് പ്രോഗ്രാമാണ് മാർത്താണ്ഡം എക്സ്പെരിമെന്റ്. അപ്പോ അത് 1903 ആയിരുന്നു. നെക്സ്റ്റ് 1921 ആയി. അപ്പൊ ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോഗ്രാം വരുന്നത്. This was started in 1921 near Thiruvananthapuram under the leadership of Dr. Spencer Hatch. This experiment aimed to bring about a complete upward development towards a more abundant life of rural people spiritually, mentally, physically, socially and economically. അപ്പോ മാർത്താണ്ഡം എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തത് 1921 സ്റ്റാർട്ട്. അത് തിരുവനന്തപുരം നിയർ ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അത് ആരുടെ ലീഡർഷിപ്പിലായിരുന്നു? ഡോക്ടർ സ്പെൻസർ ഹാച്ചിന്റെ ലീഡർഷിപ്പിലായിരുന്നു മാർത്താണ്ഡം എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നത്. അപ്പോ ഈ എക്സ്പെരിമെന്റിന്റെ കംപ്ലീറ്റ് എയിം എന്താന്ന് വെച്ചാൽ റൂറൽ പീപ്പിളിനെ സ്പിരിച്വലി, ആത്മീയപരമായിട്ടും മെന്റലി, മാനസികപരമായിട്ടും ഫിസിക്കലി, ശാരീരികപരമായിട്ടും സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി ഒക്കെ എന്ത് ചെയ്യുക, അവരുടെ ഡെവലപ്മെന്റ് ആണ് ഈ എക്സ്പെരിമെന്റ് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. It was set under auspices of YMCA, Young Men's Christian Association. From the demonstration center at Marthandam, about 100 villages were covered through YMCA centers in villages. അപ്പോ ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത് ഡോക്ടർ സ്പെൻസർ ഹാച്ച് ആണ്. എന്നാലും ഇത് എന്തിന്റെ കീഴിലായിരുന്നു? YMCA, അതായത് യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. ഒരു അസോസിയേഷന്റെ അതിന്റെ കീഴിലാണ് ഇത് സെറ്റപ്പ് ചെയ്തത്. അപ്പോ ഏകദേശം 100 വില്ലേജസ് YMCA കവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് എ ഡെമോൺസ്ട്രേഷൻ ഫാം ഫോർ ഇംപ്രൂവിംഗ് ഗ്രെയിൻ ആൻഡ് വെജിറ്റബിൾ സീഡ്സ്, പ്രൈസ്ഡ് അനിമൽസ്, എക്യുപ്മെന്റ് ഫോർ ഹണി ഇൻഡസ്ട്രി എക്സെട്ര. അപ്പൊ ഇവർക്ക് എന്തുണ്ട്? ഒരു ഡെമോൺസ്ട്രേഷൻ ഫാം ഉണ്ട്. എന്തിനാണ്? വെജിറ്റബിൾസും സീഡ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ അനിമൽസിനെയും അതുപോലെ ഹണി ഇൻഡസ്ട്രി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഒരു ഡെമോൺസ്ട്രേഷൻ ഫാം ഉണ്ട് ഇവർക്ക്.
Some local industries like weaving, poultry, beekeeping were started on a cooperative and self-help basis. This experiment made gains in field of changing the outlook of rural people, that is enthusing them, inculcating in them a desire to improve and creating internal spirit of cooperation and self-respect. നമ്മൾ പറഞ്ഞു YMCA കീഴിലാണ് ഈ പ്രോഗ്രാംസ് നടത്തിയത്. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ സെന്റേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ഡെമോൺസ്ട്രേഷൻ ഫാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ പോൾട്രി, ബീ കീപ്പിംഗ്, അതുപോലെ വീവിങ്, പിന്നെ ഹണി ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഉള്ള എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡെമോൺസ്ട്രേഷൻ ഫാം ഒക്കെ എന്ത് ചെയ്തു, ഒരു ടോട്ടലി ഒരു ഔട്ട്ലുക്ക് ചേഞ്ച് ചെയ്യാൻ, റൂറൽ പീപ്പിളിന്റെ ഔട്ട്ലുക്ക് ചേഞ്ച് ചെയ്യാൻ തന്നെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർക്കൊരു ഒരു കോർപ്പറേഷൻ സ്പിരിറ്റ് ഓഫ് കോർപ്പറേഷൻ, സെൽഫ് റെസ്പെക്ട് ഒക്കെ അവരിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്കീം ഓഫ് റൂറൽ റീകൺസ്ട്രക്ഷൻ അറ്റ് സുന്ദർബാൻ 1903. രണ്ടാമത്തെ മാർത്താണ്ഡം എക്സ്പെരിമെന്റ്. അടുത്ത എക്സ്പെരിമെന്റ് ആണ് ശ്രീനികേതൻ എക്സ്പെരിമെന്റ്. അതും 1921 തന്നെയാണ്. അപ്പൊ നമ്മള് ഓൾറെഡി പറഞ്ഞു, ചിലത് എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്ത് വരും. സെയിം ഏരിയ തന്നെ 2 എക്സ്പെരിമെന്റ്സ് വരും, ചിലത് നല്ല ഗ്യാപ്പ് ഇട്ട് വരും, അങ്ങനെ പറഞ്ഞു. ശ്രീനികേതൻ എക്സ്പെരിമെന്റും 1921 തന്നെയാണ്. ദ ശ്രീനികേതൻ Institute of Rural Reconstruction was established by Sri Rabindranath Tagore in Bengal in 1921. A group of 8 villages was the center of this program. The ideas of the poet was translated into a number of practical activities such as organization of health cooperative, agriculture demonstration, supply better seed and manure, improvement of cottage industries through the establishment of a training center for handicraft, starting a youth movement, Vrudachari movement and Siksha Shastra, a school for educating boys and girls of the village. There was the tangible improvement in the nearby place of Sriniketan, but it did not have a widespread impact. അപ്പൊ നെക്സ്റ്റ് മൂന്നാമത്തെ പ്രോഗ്രാം ആണ് ശ്രീനികേതൻ എക്സ്പെരിമെന്റ്. ശ്രീനികേതൻ എക്സ്പെരിമെന്റ് ഉണ്ടായ ഇയർ എന്ന് പറഞ്ഞാൽ 1921 ആണ്. അത് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അത് ബംഗാളിലാണ് എക്സ്പെരിമെന്റ് ചെയ്തത് 1921 ഇനി ഈ പ്രോഗ്രാമിന്റെ മെയിൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 8 വില്ലേജസ് ആണ്. 8 വില്ലേജസ് ഉള്ള ഗ്രൂപ്പ് വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പോ നമുക്കറിയാം ഇദ്ദേഹം ഒരു പോയിറ്റ് ആണല്ലോ, ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ പോയിറ്റിന്റെ ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്തായിട്ട്? നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് ആയിട്ട് പോയിറ്റിന്റെ ഐഡിയാസ്, പോയിംസ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അതായത് അഗ്രികൾച്ചർ ഡെമോൺസ്ട്രേഷൻ, അതുപോലെ കോട്ടേജ് ഇൻഡസ്ട്രിയുടെ ഇംപ്രൂവ്മെന്റ്, ബെറ്റർ സീഡ് ആൻഡ് മാനുവൽ സപ്ലൈ, അതിനും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും. പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ട്രെയിനിങ് സെന്ററിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ചെയ്യാനുള്ള രീതിയിൽ പോയംസ് അല്ലെങ്കിൽ പോയറ്റ്സ് എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യും, അവര് ചെയ്യും. പിന്നെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് ഒരു യൂത്ത് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിയ ആ മൂവ്മെന്റ് ആണ് വൃദ്ധാചാരി മൂവ്മെന്റ് ആൻഡ് ശിക്ഷാ ശാസ്ത്ര, സ്കൂൾ ഫോർ എഡ്യൂക്കേറ്റിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് ഓഫ് ദ വില്ലേജ്. ശിക്ഷാ ശാസ്ത്ര എന്ന് പറഞ്ഞ ബോയ്സിനെയും ഗേൾസിനെയും എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സ്കൂള്. അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ അതിൽ നിന്ന് കിട്ടും. അങ്ങനെ ഒരു ഐഡിയ അവർക്ക് കൊടുത്തപ്പോ എന്ത് ചെയ്തു, ആ ശ്രീനികേതൻ എന്ന് പറഞ്ഞ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു വില്ലേജിൽ അല്ലെങ്കിൽ ആ പ്ലേസിൽ നല്ലൊരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടായെന്നാണ് പറയുന്നത്. അവര് ഇതൊക്കെ പ്രാക്ടിക്കലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ സെൽഫ് സഫീഷ്യന്റ് ആയി, സെൽഫ് ഡെവലപ്ഡ് ആയി, സെൽഫ് റെസ്പെക്ട് വന്നു. അങ്ങനെ അവിടെ നല്ലൊരു ചേഞ്ച് ഉണ്ടായി. പക്ഷെ എന്തായില്ല, ഈ എക്സ്പെരിമെന്റ് വൈഡ് സ്പ്രെഡ് ഇമ്പാക്ട് ഉണ്ടായില്ല. ആ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് എന്ത് ചെയ്തു, ഈ എക്സ്പെരിമെന്റിന്റെ ഇമ്പാക്ട് ഒതുങ്ങി എന്നാണ് പറയുന്നത്. സോ ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് റീകോൾ ചെയ്യാം. മൂന്നാമത്തെ എക്സ്പെരിമെന്റ് ആണ് ശ്രീനികേതൻ എക്സ്പെരിമെന്റ്. 1921 ആണ് ഇയർ. എസ്റ്റാബ്ലിഷ് ബൈ ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ. എന്താ ചെയ്തതെന്ന് വെച്ചാൽ 8 വില്ലേജ് ഗ്രൂപ്പ് ഓഫ് 8 വില്ലേജസ് ആണ് പ്രോഗ്രാം. അതുപോലെ ഐഡിയാസ് ഓഫ് ദ പോയിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യും പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ട്. അതൊക്കെയായിരുന്നു അതിന്റെ മെയിൻ ഐഡിയാസ്. ഓക്കെ, അടുത്തത് ഫോർത്ത് വൺ, ഗർഗോൺ എക്സ്പെരിമെന്റ്. ഫോർത്ത് വൺ ആണ് ഗർഗോൺ എക്സ്പെരിമെന്റ്. ഗർഗോൺ എക്സ്പെരിമെന്റ് 1927 1927 ഇംപ്ലിമെന്റ് ചെയ്ത ഗർഗോൺ എക്സ്പെരിമെന്റ്
ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണ്? മിസ്റ്റർ F.I. ബ്രെയിൻ, കളക്ടർ ഓഫ് ഗർഗോൺ ഡിസ്ട്രിക്ട് ഓഫ് പഞ്ചാബ്, കൺസീവ്ഡ് ദ ഐഡിയ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഇൻ 1927. പഞ്ചാബിന്റെ കളക്ടർ ആയിരുന്ന, പഞ്ചാബിലെ ഗർഗോൺ ഡിസ്ട്രിക്റ്റിലെ കളക്ടർ ആയിരുന്ന F.I. ബ്രെയിൻ ആണ് എന്ത് ചെയ്തത്? ഈ ഐഡിയ മുന്നോട്ട് വെച്ചത്. Under this, a village gate was posted in each village, who was to act as a channel through which the advice of expert in various departments could be passed on to the village. അപ്പൊ ഈ സ്കീം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വില്ലേജ് ഗൈഡിനെ എല്ലാ വില്ലേജ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ എക്സ്പേർട്സ്, അഡ്വൈസ് തരാൻ പറ്റിയ എക്സ്പേർട്സ്, പിന്നെ പല ഡിപ്പാർട്ട്മെന്റിലുള്ള എക്സ്പേർട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവരുടെ അടുത്തുനിന്ന് എന്ത് ചെയ്യും, ഈ വില്ലേജ് ഗൈഡ് ആ ഐഡിയാസിനെ അല്ലെങ്കിൽ ആ അഡ്വൈസിനെ വില്ലേജസിലേക്ക് പാസ് ചെയ്യും. അപ്പൊ അവരുടെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട്, വില്ലേജസിന്റെയും ഈ അഡ്വൈസ് എക്സ്പേർട്സിന്റെയും ഇടയിലുള്ളൊരു മീഡിയേറ്റർ ആയിട്ടാണ് വില്ലേജ് ഗൈഡിനെ നിർത്തിയിരുന്നത്. The program introduced improved seeds, implemented and improved methods of cultivation. Their propaganda was conducted through film, song, drama with a view to increase farm yield and health standards. The village kids were not technical people and hence where little achievement were made. അപ്പോ ഈ പ്രോഗ്രാം എന്ത് ചെയ്തു? ഈ പ്രോഗ്രാം സീഡ്സ് ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങള്, അതുപോലെ തന്നെ കൾട്ടിവേഷൻ മെത്തേഡ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോ നല്ല അഡ്വൈസ് കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അഡ്വൈസ് കൊടുക്കും, ഈ വില്ലേജ് ഗൈഡ് അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരതനുസരിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്ത് നല്ലൊരു മാറ്റം ഉണ്ടായി. പക്ഷെ ഇവര് കൂടുതൽ ചെയ്തിരുന്ന ഇതിൽ കൂടെയാണ് ഫിലിംസ്, സോങ്, ഡ്രാമ, അങ്ങനെ. അപ്പൊ കണ്ട് മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള ഈ രീതിയിലേക്കാണ് ഈ വില്ലേജസിനെ അവെയർ ചെയ്തിരുന്നത്. പക്ഷെ ഈ വില്ലേജ് കിഡ്സ് അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ടെക്നിക്കലി വെൽ ആയിട്ടുള്ള ആൾക്കാരല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തില്ല, ഈ പ്രോഗ്രാം വളരെ കുറച്ച് മാത്രമാണ് അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയത്. വില്ലേജ് ഗൈഡ്സ് അത്ര ടെക്നിക്കലി ഫ്രണ്ട് വേർഡായ ആൾക്കാരല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തില്ല, അത്ര അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ 4ാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആണ്. 1927 ആണ് അത് ഇനീഷ്യേറ്റ് ചെയ്തത്. ഇതിന്റെ കീഴില് ഒരു വില്ലേജ് ഗൈഡിനെ എന്ത് ചെയ്യും, വില്ലേജ് ഗൈഡിനെ ഇംപ്ലിമെന്റ് ചെയ്യും അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യും. അതുവഴി അഡ്വൈസ് തരാൻ പറ്റിയ എക്സ്പേർട്സുമായിട്ട് വില്ലേജസ് കണക്ട് ചെയ്യും. അങ്ങനെ പുതിയ ഐഡിയാസ് ഇവർക്ക് എത്തിക്കും. അതായിരുന്നു അതിന്റെ ലക്ഷ്യം. ഇനി 5ാമത്തെയാണ് ബറോഡ എക്സ്പെരിമെന്റ്. In 1932, the princely state of Baroda launched a broad program with a view to promote the urge to live better and have a capacity for self-help and self-reliance among the rural people under the dynamic leadership of V.K. Krishnamachari. 5ാമത്തെയാണ് ബറോഡ എക്സ്പെരിമെന്റ്. 1932 അത് എവിടെയാണ് ലോഞ്ച് ചെയ്തത്? പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ബറോഡ. പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ബറോഡയിലാണ് ബറോഡ എക്സ്പെരിമെന്റ് ലോഞ്ച് ചെയ്തത്. അതിന്റെ വ്യൂ അല്ലെങ്കിൽ അതിന്റെ ഒരു തീം എന്താന്ന് വെച്ചാൽ, ആളുകളെ ബെറ്റർ ആയിട്ടും സെൽഫ് ഹെൽപ്പായിട്ടും സെൽഫ് റിലയൻസ് ജീവിക്കാൻ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതായിരുന്നു അതിന്റെ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. ബറോഡ എക്സ്പെരിമെന്റ് 1932 പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ബറോഡയിലാണ് ലോഞ്ച് ചെയ്തത്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ദ ഏർജ് ടു ലീവ് ബെറ്റർ ആൻഡ് ഹാവ് എ കപ്പാസിറ്റി ഫോർ സെൽഫ് ഹെൽപ്പ് ആൻഡ് സെൽഫ് റിലയൻസ് അമംഗ് ദ റൂറൽ പീപ്പിൾ. ആളുകളുടെ ഇടയിൽ സെൽഫ് ഹെൽപ്പും സെൽഫ് റിലയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ബെറ്റർ ലിവിങ് നടത്താൻ വേണ്ടി എന്ത് ചെയ്യാം, അവർക്ക് അവയർനെസ് കൊടുക്കാം. ഇത് ആരുടെ ലീഡർഷിപ്പിലായിരുന്നു? V.K. കൃഷ്ണമാചാരി വ്യക്തിയുടെ ലീഡർഷിപ്പിലായിരുന്നു ബറോഡ എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നത്. 1932 ബറോഡ എക്സ്പെരിമെന്റ് ഉണ്ടായത്. ദെൻ 6ാമത്തേതാണ് സേവാഗ്രാം എക്സ്പെരിമെന്റ്. സേവാഗ്രാം നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. സേവാഗ്രാം ആരുടെ കീഴിലായിരുന്നു? മഹാത്മാഗാന്ധിയുടെ കീഴിലായിരുന്നു. 1933 32 ബറോഡ എക്സ്പെരിമെന്റ് കഴിഞ്ഞ ഉടനെ പിറ്റത്തെ വർഷം മഹാത്മാഗാന്ധി സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് സേവാഗ്രാം എക്സ്പെരിമെന്റ്. ദിസ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി ഇൻ 1933. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഏത് ഇയറിലാണ്? 1933.
ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് വർ, അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പ്രോഗ്രാമിന്റെ സേവാഗ്രാം എക്സ്പെരിമെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തൊക്കെയായിരുന്നു? സർവീസ് ടു ദ അണ്ടർ പ്രിവിലേജിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക? സർവീസ് ചെയ്ത് കൊടുക്കുക. ഡീസെൻട്രലൈസ് പ്രൊഡക്ഷൻ, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഡീസെൻട്രലൈസ് ആൻഡ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അതായത് വെൽത്ത്, സമ്പത്ത് എന്ത് ചെയ്യുക? ഈക്വൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ സെൽഫ് സഫിഷ്യൻസി ഓഫ് ഇന്ത്യൻ വില്ലേജസിന്റെ സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത. ഇത് മൂന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ സേവാഗ്രാം എക്സ്പെരിമെന്റ് കൊണ്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ്. The activities of Sevagram experiment consist of training centers for cottage industries, preaching and practicing communal harmony, prohibition, removal of untouchability and stress on women's education. അപ്പൊ ഈ സേവാഗ്രാം എക്സ്പെരിമെന്റിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരുന്നു? കോട്ടേജ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ്, പിന്നെ ഹാർമണി ഉണ്ടാക്കാൻ, പരസ്പരമുള്ള മതസൗഹാർദ്ദം, സാഹോദര്യം ഉണ്ടാക്കാനും, പിന്നെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ അതൊക്കെ റിമൂവൽ ചെയ്യാനും, പിന്നെ വുമൻസ് എഡ്യൂക്കേഷൻ ആണ് കുറച്ച് സ്ട്രെസ് കൊടുത്ത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് സേവാഗ്രാമിൽ ഉണ്ടായിരുന്നത്. സേവാഗ്രാം എക്സ്പെരിമെന്റ് ഉണ്ടായത് 1933 ആരുടെ ലീഡർഷിപ്പിലാണ്? മഹാത്മാഗാന്ധിയുടെ ലീഡർഷിപ്പിലാണ്. മെയിൻ ഒബ്ജക്റ്റീവ്സ് 3 ഇതൊക്കെയാണ്: സർവീസ് ടു ദ അണ്ടർ പ്രിവിലേജ്ഡും, ഡീസെൻട്രലൈസ്ഡ് പ്രൊഡക്ഷൻ, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തും, അതുപോലെ സെൽഫ് സഫിഷ്യൻസി ഓഫ് ഇന്ത്യൻ വില്ലേജസുമാണ്. ഈ 3 പ്രോഗ്രാമാണ് കൊടുത്തിരുന്നത്. ദെൻ 7th പ്രോഗ്രാം ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം 1946 1946 ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം. ഫിർക്ക മീൻസ് ഗ്രൂപ്പിനെയാണ് ഫിർക്ക എന്ന് പറയുന്നത് കേട്ടോ. ഫിർക്ക അപ്പൊ ഒരു ഗ്രൂപ്പ് വൈസ് ഡെവലപ്മെന്റ് ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. ദ ചീഫ് മിനിസ്റ്റർ ശ്രീ ടി പ്രകാശം ഇനീഷ്യേറ്റഡ് ദ ഡെവലപ്മെന്റ് സ്കീം ഇൻ ദ മദ്രാസ് സ്റ്റേറ്റ് ഇൻ 1946 ത്രൂ 34 ഫിർക്കാസ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോ 1946 ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇത് ഇനീഷ്യേറ്റ് ചെയ്ത ആരാണ്? അപ്പോഴത്തെ മദ്രാസ് ചീഫ് മിനിസ്റ്റർ ആയ ശ്രീ ടി പ്രകാശമാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്തത്. അപ്പൊ ഇത് തുടങ്ങിയപ്പോ 1946 ഇത് 34 ഫിർക്കാസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻ ഏപ്രിൽ 1950 ഇറ്റ് വാസ് എക്സ്റ്റെൻഡഡ് ടു അനദർ 50 അഡീഷണൽ ഫിർക്കാസ്. 46 34 ഫിർക്കാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് 1950 ആയപ്പോ 4 years later 4 വർഷം കഴിഞ്ഞു 1950 ആയപ്പോ എന്ത് ചെയ്തു? 50 അഡീഷണൽ ഫിർക്കാസ് കൂടി ആഡ് ചെയ്തു. ദിസ് വാസ് എ സ്കീം ഓഫ് റൂറൽ റീകൺസ്ട്രക്ഷൻ ഡിറൈവ്ഡ് ഇറ്റ്സ് ഇൻസ്പിറേഷൻ ഫ്രം ദ ഐഡിയൽസ് ഓഫ് ഗാന്ധിജി. അപ്പൊ ഇതൊരു റൂറൽ റീകൺസ്ട്രക്ഷൻ സ്കീമാണ്. അതുപോലെ ഇതിനുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ഗാന്ധിജിയുടെ ഐഡിയാസ് ആണ്. The short-term objective of the scheme was to develop basic amenities and institutional framework, water supply and sanitation work. അപ്പോൾ വളരെ ചെറിയൊരു ടേം ആണ്, ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ആണ് ഈ സ്കീമിന്റെ. വളരെ ചെറിയൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ബേസിക് അമ്യൂണിറ്റീസ്, അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ വർക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ, ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത് ആൻഡ് കോപ്പറേറ്റീവ്സ്, അതൊക്കെയായിരുന്നു അതിന്റെ ചെറിയ ഒബ്ജക്റ്റീവ്സ്. The long-term objective was to attain self-sufficiency in matter of basic needs like food, clothing, shelter, etc. Short-term ഒബ്ജക്റ്റീവ് ആയിരുന്നു ബേസിക് അമ്യൂണിറ്റീസ് അച്ചീവ് ചെയ്യുന്നുള്ളത്. അതായത് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളായിരുന്നു ബേസിക് അമ്യൂണിറ്റീസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ലോങ് ടേം ഒബ്ജക്റ്റീവ് ആണ് സെൽഫ് സഫിഷ്യൻസി. ഏതൊക്കെ കാര്യത്തില്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ആ കാര്യങ്ങളൊക്കെ സെൽഫ് സഫിഷ്യൻസി അറ്റൈൻ ചെയ്യുക എന്നുള്ളത്. ത്രൂ ദ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ഖാദ്യ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. അപ്പൊ ഇതെല്ലാം ഇതിലൂടെയാണ് അച്ചീവ് ചെയ്യുന്നത്. അഗ്രികൾച്ചറും അനിമൽ ഹസ്ബൻഡറിയും അതുപോലെ ഖാദി, കോട്ടേജ്, ചെറുകിട വ്യവസായങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അതിലൂടെ എന്ത് ചെയ്യുക? സെൽഫ് സഫിഷ്യൻസി കൈവരിക്കുക. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം ആയിരുന്നത്. ഇതിനുള്ള ഐഡിയ കിട്ടിയത് മഹാത്മാഗാന്ധിജിയുടെ ഐഡിയൽസിൽ നിന്നാണ്. ഓക്കെ, ഇനി 8ാമത്തെയാണ് നീലോഖേരി എക്സ്പെരിമെന്റ്. നീലോഖേരി എക്സ്പെരിമെന്റ് this drew countrywide attention, influenced community development movement. The spirit behind the project was Sri S.K. Day. ഈ നീലോഖേരി എക്സ്പെരിമെന്റിന് കൺട്രി വൈഡ് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ പല മൂവ്മെന്റ്സിനും ഇൻഫ്ലുവൻസ് ആയിട്ടുമുണ്ട്. ഈ സ്പിരിറ്റിന്റെ, അതായത് ഈ നീലോഖേരി എക്സ്പെരിമെന്റ് ഇനീഷ്യേറ്റ് ചെയ്തവരാണ് S.K. Day എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് നീലോഖേരി എക്സ്പെരിമെന്റ് ഇനീഷ്യേറ്റ് ചെയ്തത്.
Nilokeri Township was designed to rehabilitate 1,000 people from Pakistan after partition. The scheme was for Mazdoor Council. The objective was to attain self-sufficiency in the essential requirements. A vocational training center was the hub of activities. The colony had its own dairy, poultry, printing press, engineering workshop, tannery, bone mill factory, etc. All these ran on cooperative lines. These people were trained in the vocation of their choice. അപ്പോൾ ഇതൊരു ടൗൺഷിപ്പാണ്. നിലോഗിയുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ടൗൺഷിപ്പാണ്. അവിടെ ഏകദേശം എത്ര ആൾക്കാരുണ്ട്? ഇത് എത്ര ആൾക്കാർ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് അതിന്? ഏകദേശം 7,000 പീപ്പിളിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടൗൺഷിപ്പാണ് നിലോഗിരി എന്ന് പറഞ്ഞത്. അത് എവിടെയുള്ള ആൾക്കാരാണ്? പാർട്ടീഷൻ കഴിഞ്ഞ് പാകിസ്ഥാനിൽ ഡിസ്പ്ലേസ് ആയ ആൾക്കാരുണ്ടാവൂലേ, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ടൗൺഷിപ്പാണ് നിലോഗിരി ടൗൺഷിപ്പ്. ആ സ്കീമിനെ പറയുന്നതാണ് മസ്ദൂർ മൻസിൽ. അവരുടെ ആ പാർട്ടീഷന് ശേഷം അവരെ റീഹാബിലിറ്റ് ചെയ്യുന്ന ആ പ്രോഗ്രാമിന് അല്ലെങ്കിൽ സ്കീമിന് പറയുന്നതാണ് മസ്ദൂർ മൻസിൽ. അപ്പോ ഈ പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ സെൽഫ് സഫിഷ്യൻസി അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ ആക്ടിവിറ്റീസിനൊക്കെ ഒരു സെന്റർ എന്ന് പറയുന്നത്. ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ ആയിരുന്നു ഈ ആക്ടിവിറ്റീസിനൊക്കെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കോളനി മീൻസ് ഈ ടൗൺഷിപ്പിന് എന്താണ് സ്വന്തമായിട്ട് ഡയറി, പോൾട്രി, പ്രിന്റിംഗ് പ്രസ്, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, ടാനറി, മീൽ ഫാക്ടറി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ആളുകൾക്ക് എന്താണ് ആ വൊക്കേഷനിൽ അവരുടെ ഇഷ്ടത്തിന് ട്രെയിൻ ചെയ്യാം. അതായത് ഏത് മേഖല വേണമെന്ന് വെച്ചാൽ അവർക്ക് തിരഞ്ഞെടുത്ത് ട്രെയിൻ ചെയ്യാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. SK ഡേ ആണ് നിലോഗിയുടെ എക്സ്പെരിമെന്റ്. പാർട്ടീഷന് ശേഷം ഡിസ്പ്ലേസ് ആയ 7,000 പീപ്പിളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ടൗൺഷിപ്പ് ആണത്. ആ പ്രോഗ്രാം പറയുന്നതാണ് മസ്ദൂർ മൻസിൽ എന്നുള്ളത്. നെക്സ്റ്റ് 9ാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ ആയിരുന്നു 1947. This campaign was launched during 1947 to increase agriculture production. 1947 ഈ ക്യാമ്പയിൻ ലോഞ്ച്. എന്തിനാണ് ലോഞ്ച് ചെയ്തത്? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. Functioning properly and the response of cultivators toward this program was for this scheme. The GMF Encourage Committee was appointed in 1952 to inquire about the progress of this program. അപ്പോൾ 1947 ഇംപ്ലിമെന്റ് ചെയ്ത പ്രോഗ്രാം ആണ് ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ എന്നുള്ളത്. ഇത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശരിക്കും ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ആണ്. പക്ഷെ 4 വർഷം അത് വർക്ക് ചെയ്തിട്ടും എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ആയിട്ടൊരു കാര്യം അഗ്രികൾച്ചറിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ആളുകളുടെ കൾട്ടിവേറ്റേഴ്സിന്റെ റെസ്പോൺസ് വളരെ പൂറാണ്. ഈ പ്രോഗ്രാമിനോട് റെസ്പോൺസ് റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ സ്കീമിന്റെ ഒരു നല്ലൊരു നടത്തിപ്പിന് വേണ്ടി GMF എൻക്വയറി കമ്മിറ്റി 1952 അപ്പോയിന്റ് ചെയ്തു. GMF എൻക്വയറി കമ്മിറ്റിനെ 1952 അപ്പോയിന്റ് ചെയ്തു ഈ പ്രോഗ്രാമിന്റെ പ്രോഗ്രസിനെ പറ്റി പഠിക്കാൻ. ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ ആണ് 1947 അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ലോഞ്ച് ചെയ്തതാണ്. പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് നടക്കാത്തതുകൊണ്ട് 1952 4 years കഴിഞ്ഞിട്ടും ഒരു പ്രോസസ് ഇല്ലാണ്ട് 1952 അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി പ്രോഗ്രാം എന്നുള്ളത് ദ ഏത്തവ പൈലറ്റ് പ്രോജക്ട് 1948 ലാസ്റ്റ് പ്രോഗ്രാം ആണ്. 1903 തുടങ്ങി 1948 ആണ് പ്രോഗ്രാംസ് തീരുന്നത്. 1948 ലാസ്റ്റ് പ്രോഗ്രാം ദ ഏത്തവ പൈലറ്റ് പ്രോജക്ട് എന്നുള്ളതാണ്. ദിസ് പ്രോജക്ട് വാസ് ലോഞ്ച്ഡ് ഇൻ 1948 ഇൻ ഏത്തവ ഡിസ്ട്രിക്ട് ഓഫ് ഉത്തർപ്രദേശ് വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ പ്രോജക്ട് ലോഞ്ച് 1948 ഉത്തർപ്രദേശിലെ ഏത്തവ ഡിസ്ട്രിക്റ്റിലാണ് ലോഞ്ച് ആയത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതായിരുന്നു? മെഹവ വില്ലേജ് ആയിരുന്നു. ആർക്കിടെക്ട് ഓഫ് പൈലറ്റ് പ്രോജക്ട് വാസ് മിസ്റ്റർ ആൽബർട്ട് മേയർ ഓഫ് USA. USA മേയറായ ആൽബർട്ട് ആയിരുന്നു പൈലറ്റ് പ്രൊജക്ടിന്റെ ആർക്കിടെക്ട്. ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രൊജക്ട് വാസ് ടു സീ വാട്ട് ഡിഗ്രി ഓഫ് പ്രൊഡക്റ്റീവ് ആൻഡ് സോഷ്യൽ ഇംപ്രൂവ്മെന്റ് ആസ് വെൽ ആസ് പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഈ പ്രൊജക്ട് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ഏത് രീതിയില് സെൽഫ് കോൺഫിഡൻസ് അതുപോലത്തെ ഒരു കോഓപ്പറേഷൻ ഒക്കെ ആളുകളിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള, ഏത് ഡിഗ്രി വരെ ചെയ്യാം എന്നുള്ള
അറിയാൻ വേണ്ടിയാണ് ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് പറയുന്നത്. ഏറ്റവ പ്രൊജക്ട് ഏതിലാണ്? ഏറ്റവ പൈലറ്റ് പ്രൊജക്ട് 1948 ഇനീഷ്യൽ ചെയ്തത്. അത് എവിടെയാണ്? ഉത്തർപ്രദേശ്. ഏറ്റവ ഡിസ്ട്രിക്ട് ഓഫ് ഉത്തർപ്രദേശിലാണ് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് മെഹവ വില്ലേജ് ആയിരുന്നു. അതിന്റെ ആർക്കിടെക്ചർ ആരായിരുന്നു? ആൽബർട്ട്, മേയർ ഓഫ് USA ആയിരുന്നു. ആൽബർട്ട് ആയിരുന്നു. അപ്പൊ ആളുകളിൽ എങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സോഷ്യൽ ഇംപ്രൂവ്മെന്റ് ഒക്കെ വരുത്താം എന്നുള്ളത് അറിയാൻ വേണ്ടിയായിരുന്നു ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്തതാണ് പറയുന്നത്. സോ നമ്മളിപ്പോ മൊത്തം 10 പ്രോഗ്രാംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ സ്കീം ഓഫ് റൂറൽ റീകൺസ്ട്രക്ഷൻ ചെയർമാനായിരുന്നു 1909. അത് ഇംപ്ലിമെന്റ് ചെയ്തത് സർ ഡാനിയൽ ഹാമിൽട്ടൺ ആണ്. ദെൻ രണ്ടാമത് മാർത്താണ്ഡം എക്സ്പെരിമെന്റ് അത് വന്ന് 1921 എവിടെയാണ്? അത് നിയർ തിരുവനന്തപുരമാണ്. ആരുടെ ലീഡർഷിപ്പിലാണ്? ഡോക്ടർ സ്പെൻസർ അച്ഛൻ്റെ ലീഡർഷിപ്പിലാണ് പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തത്. ദെൻ അത് YMCA യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷന്റെ അണ്ടറിലാണ് അത് സെറ്റപ്പായി വന്നത്. ദെൻ മൂന്നാമത്തെയാണ് ശ്രീനികേതൻ എക്സ്പെരിമെന്റ്. ശ്രീനികേതൻ എക്സ്പെരിമെന്റ് 1921 അത് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ്, ബംഗാളില്. ദെൻ ഫോർത്ത് വൺ ഗർഗോൺ എക്സ്പെരിമെന്റ് ആണ്. അത് പഞ്ചാബിലെ ഗർഗോൺ ഡിസ്ട്രിക്റ്റിലെ കളക്ടർ ആയിരുന്ന FI ബ്രെയിൻ 1927 ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ദെൻ നിങ്ങളും എന്റെ കൂടെ റീകോളിങ് ശ്രമിക്കട്ടോ. ഫിഫ്ത്ത് എക്സ്പെരിമെന്റ് ആണ് 1932. അത് പ്രിൻസി സ്റ്റേറ്റ് ഓഫ് ബറോഡയിലാണ് ലോഞ്ച് ചെയ്തത്. ആരുടെ അണ്ടർഷിപ്പിലാണ്? യെസ്, VK കൃഷ്ണമാചാര്യയുടെ അണ്ടർഷിപ്പിലായിരുന്നു. ദെൻ സിക്സ്ത് വൺ ആണ് സേവാഗ്രാം എക്സ്പെരിമെന്റ്. അത് 1933 ആ പ്രോഗ്രാം മഹാത്മാഗാന്ധിയുടെ ലീഡർഷിപ്പിലായിരുന്നു. അതിന് 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ദെൻ ഏഴാമത്തെയാണ് ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം. അത് 1946 അത് മദ്രാസ് സ്റ്റേറ്റിലാണ് ഇനീഷ്യേറ്റ് ചെയ്തത്. 1946 അപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ T. പ്രകാശമാണ് ഇനീഷ്യേറ്റ് ചെയ്തത്. ഇത് തുടങ്ങിയപ്പോ 34 ഫിർക്കാസ്. ഫിർക്ക മീൻസ് ഗ്രൂപ്പ്സ് ആണ് കേട്ടോ. 34 ഫിർക്കാസ് ആണ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. 1950 ആയപ്പോ അത് അനദർ 50 അഡീഷണൽ ഫിർക്കാസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്തത്. ദെൻ എയ്ത്ത് ആണ് നിലോഗേരി എക്സ്പെരിമെന്റ്. നിലോഗേരി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ SK ഡേ ആണ് അതിന്റെ പിന്നെയുള്ള അദ്ദേഹത്തിന്റെ സ്പിരിറ്റ് ആണ്. ദെൻ ഒമ്പതാമത്തെ ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി എക്സ്പെരിമെന്റ് ആണ്. 1947 അത് അപ്പോ ഒരു ഈവൻ 4 years കഴിഞ്ഞിട്ടും പ്രൊഡക്ഷനിൽ ഇൻക്രീസ് വരാത്തത് കൊണ്ട് എന്ത് ചെയ്തു? 1952 GMF എൻക്വയറി കമ്മിറ്റി അവരെ അപ്പോയിന്റ് ചെയ്തു ഈ പ്രോഗ്രാമിന്റെ പ്രോഗ്രസ് അറിയാൻ വേണ്ടി. ദെൻ 10th ആണ് ഏറ്റവ പൈലറ്റ് പ്രോജക്ട് 1948 ലാസ്റ്റ് പ്രോജക്റ്റ് ആണ്. അത് ഉത്തർപ്രദേശിലെ ഏറ്റവ ഡിസ്ട്രിക്റ്റിലാണ് ലോഞ്ച് ആയത്. ഹെഡ് ക്വാർട്ടേഴ്സ് മെഹവ വില്ലേജ് ആയിരുന്നു. അതിന്റെ ആർക്കിടെക്ചർ ആൽബർട്ട് ആണ്. ഓക്കെ, ഇവിടെ കുറച്ചുകൂടി. The program included introduction of improved agriculture, animal husbandry practices, public health, education, literacy campaign, improvement of cottage industries, etc. So took up the construction of roads, etc. All this resulted in improving the villages. This project was found to be the pattern was accepted for community projects. അപ്പൊ ഏറ്റവും പ്രൊജക്ട് കുറച്ചുകൂടി വൈഡ് സ്പ്രെഡ് ആയി പറയാൻ. കാരണം അതിൽ ഉണ്ടായിരുന്നത് അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസ്, പബ്ലിക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഒക്കെ അതിൽ ഇൻക്ലൂഡ് ആയിരുന്നു. അതുപോലെ തന്നെ റോഡ്, പിന്നെ സോക്ക് പിറ്റ്സ്, കുഴികളൊക്കെ അതായിരുന്നു കൺസിഡർ ചെയ്തിരുന്നു. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് കൺസിഡറേഷൻ കൊടുത്തു. അതിലൊക്കെ ആവശ്യമായ ഡെവലപ്മെന്റ്സ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് എക്കണോമിക് കണ്ടീഷൻ ഡെവലപ്പ് ആയി. അപ്പോൾ ഈ ഏറ്റവും പൈലറ്റ് പ്രൊജക്ട് ആണ് മോഡൽ ആയിട്ട് എടുക്കുന്നത്, പാറ്റേൺ ആയിട്ട് എടുക്കുന്നത്. കമ്മ്യൂണിറ്റി പ്രൊജക്ടിന്റെ ഒക്കെ പാറ്റേൺ ആയിട്ട്, സക്സസ്ഫുൾ പാറ്റേൺ ആയിട്ട് എടുക്കുന്നത് ഈ ഏറ്റവും പ്രൊജക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ സ്പോറാഡിക് അപ്രോച്ചസ് 10 ഏർലി എമിനന്റ് വർക്കേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്താണ്
പ്രോഗ്രാംസ് ആണ്. 1903 മുതൽ 1948 വരെ ഉള്ള കാലത്തിന്റെ അടുക്ക് നടന്ന ഒരു 10 പ്രോഗ്രാംസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി അതില് ചിലതൊക്കെ നല്ല രീതിയിൽ വിജയിച്ചു, ചിലതൊക്കെ നല്ല അത്യാവശ്യം കുറച്ച് വൈഡ് സ്പ്രെഡ് അല്ലെങ്കിലും ആ ഭാഗത്ത് മാത്രം ഒതുങ്ങിപ്പോയി, ചിലത് അത്ര കണ്ട് വിജയിച്ചില്ല. സോ അപ്പൊ ഈ സ്പോറാഡിക് അപ്രോച്ചസിന്റെ കുറച്ച് ഷോർട്ട് കമ്മിങ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The earlier rural reconstruction had the following shortcomings. അപ്പൊ ആദ്യത്തെ മുൻകാലത്തെ റൂറൽ റീകൺസ്ട്രക്ഷന് ഈ പറയുന്ന എന്തുണ്ട്, ഈ പറയുന്ന കുറച്ച് ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഒന്നാമത്തെയാണ് മോസ്റ്റ് ഓഫ് ദ എഫേർട്സ് വർ ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അധിക പ്രോഗ്രാംസും ഇതില് മിക്ക പ്രോഗ്രാംസും ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ്, സ്വയം ഒരു വ്യക്തി മാത്രം ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്ത പ്രോഗ്രാമാണ്. സോ അതിന് അപ്പൊ സപ്പോർട്ട് ചിലപ്പോൾ ഗവൺമെന്റ് സപ്പോർട്ട് കുറവായിരിക്കും, കമ്മ്യൂണിറ്റി സപ്പോർട്ട് കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അത്ര കണ്ട് സക്സസ് ആവാൻ സാധ്യതയില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ ഓൾ അറ്റംപ്റ്റ്സ് വർ ഐസൊലേറ്റഡ്, അൺഈവൻ ആൻഡ് ഡിസ്കണ്ടിന്യൂസ്. പിന്നെ നമ്മളിപ്പോ കണ്ടിട്ട് നമുക്ക് മനസ്സിലായി തുടങ്ങി 1948 10 പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ കൂടിയും ഒന്നും എന്തല്ല യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുന്ന ഒന്നും അതിലില്ല. അൺഈവൻ ആണ്, അതുപോലെ ഡിസ്കണ്ടിന്യൂസ് ആണ്. അതാണ് അടുത്ത ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ്, അൺഈവൻ ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ദെൻ മൂന്നാമത്തെ പ്രോഗ്രാം ഗവൺമെന്റ് ബാക്ക് ആൻഡ് ഫിനാൻസിങ് വെർ നോട്ട് ഫോർത്ത് കമ്മിങ്. ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റേതായ ഒരു ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും കിട്ടിയിരുന്നില്ല. സ്റ്റാഫ് ആർ മോസ്റ്റ്ലി ഇൻഎക്സ്പീരിയൻസ് ആൻഡ് ഇൻകോമ്പിറ്റന്റ്. ഇതിന് വേണ്ടി സ്പോറാഡിക് അപ്രോച്ചസിന് വേണ്ടി അല്ലെങ്കിൽ പ്രോഗ്രാംസിന് വേണ്ടിയുള്ള സ്റ്റാഫുകളൊക്കെ എന്തായിരുന്നു, ഇൻഎക്സ്പീരിയൻസ്ഡ്, എക്സ്പീരിയൻസ് കുറഞ്ഞവരും അത്ര കണ്ട് ചെയ്യാൻ കഴിവില്ലാത്തവരുമായിരുന്നു. ഇൻവോൾവ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ വെർ വെരി ലിമിറ്റഡ്. ശരിക്കും ഇത് റൂറൽ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പീപ്പിൾസിനെ അല്ലെങ്കിൽ ആളുകളെ കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അവർക്ക് കുറച്ചുകൂടി ഡെവലപ്മെന്റ് വരുത്താനൊക്കെ സാധിക്കും. പക്ഷെ എന്താണ്, അങ്ങനെ ആളുകളുടെ ഇൻവോൾവ്മെന്റ് പ്ലാനിങ്ങിലായാലും എക്സിക്യൂഷനിലായാലും ആളുകളുടെ ഇൻവോൾവ്മെന്റ് ലിമിറ്റഡ് ആയിരുന്നു. അസോസിയേഷൻ കോർഡിനേഷൻ വിത്ത് അതർ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വെർ വെരി ലിമിറ്റഡ്. പല പല ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവുമല്ലോ, അവര് തമ്മിലുള്ള അസോസിയേഷനും കോർഡിനേഷനും ഒക്കെ വളരെ കുറവായിരുന്നു. നോ ഇവാലുവേഷൻ വാസ് കാരിഡ് ഔട്ട്, ഹെൻസ് ദ റിസൾട്ട് വർ നോട്ട് നോൺ. അപ്പോ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തു, അതിന്റെ ഇവാലുവേഷൻ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ആ പ്രോഗ്രാം എത്രത്തോളം വിജയിച്ചു അല്ലെങ്കിൽ എത്രത്തോളം അക്സെപ്റ്റബിൾ ആണ് ആളുകൾക്ക് എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, ഇവാലുവേറ്റ് ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, അതിന്റെ ഒന്നും റിസൾട്ട്, ചില പ്രോഗ്രാംസിന്റെ ഒന്നും റിസൾട്ട് അത് എന്താണ് അക്സെപ്റ്റബിൾ ആയോ സക്സസ് ആയോ ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ ഇവാലുവേഷൻ നടക്കാത്തതുകൊണ്ട് അങ്ങനെ വന്നിട്ടെന്നാണ് പറയുന്നത്. സോ ഈ 7 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വന്നിട്ടുള്ള ഡ്രോബാക്സ് ആണ്. എന്ന് വെച്ചാൽ 7 പോയിന്റ്സ് ആണ്. ഒന്നാമത് എല്ലാം, പിന്നെ പ്രോഗ്രാംസ് എല്ലാം ഐസൊലേറ്റഡ് ആൻഡ് ഈവൻ കണ്ടിന്യൂസ് ആണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയത് നമുക്ക് ഈ കാണുമ്പോൾ അതുപോലെ തന്നെ ഒരു നമുക്ക് മനസ്സിലാവും ഓരോ ഇൻഡിവിജ്വൽ വ്യക്തികളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇയറുകൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് അൺഈവൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗവൺമെന്റ് ബാക്കപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് ആളുകൾ ഇൻവോൾവ്മെന്റ് കുറവായിരുന്നു. പിന്നെ സ്റ്റാഫുകൾ ഇൻഎക്സ്പീരിയൻസ് ഇൻകോമ്പിറ്റന്റ് ആയിരുന്നു. പിന്നെ ഇവാലുവേഷൻ നടന്നിട്ടില്ല. ഇവാലുവേഷൻ നടക്കാത്തതുകൊണ്ട് അതിന്റെ റിസൾട്ട് ഇതൊക്കെയാണ് സ്പോറാഡിക് അപ്രോച്ചസിന്റെ ഡ്രോബാക്സ്. സോ സ്പോറാഡിക് അപ്രോച്ചസ് ആൻഡ് ഗാന്ധിയൻ വ്യൂസ് ഓൺ റൂറൽ റീകൺസ്ട്രക്ഷൻസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കാണ്. നെക്സ്റ്റ് എടുക്കാനുള്ളത് മൾട്ടിപർപ്പസ് അപ്രോച്ചസ് ആണ്. സ്പോറാഡിക് എന്ന് പറഞ്ഞാൽ എമിനന്റ് സോഷ്യൽ വർക്കേഴ്സ് ഇൻഡിപെൻഡൻസ് മുമ്പ് ചെയ്ത പ്രോഗ്രാംസ് ആണ്. മൾട്ടിപർപ്പസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് വന്ന പ്രോഗ്രാംസ് ആണ്. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് ഗവൺമെന്റ് ഒക്കെ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് ആണിത്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്ര നേരം പറഞ്ഞൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കാണ്. സോ താങ്ക് യു.